ഇത് ഡ്യൂക്ക് 250 ഒക്കെ അടിക്കും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയാം. നമുക്ക് ഉടൻ തന്നെ നമ്മുടെ ഇതിൻ്റെ റൈഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ളത് ദ KTM ഡ്യൂക്ക് 250 കില്ലർ എന്ന് വിശേഷിപ്പിക്കുന്ന ദ എക്സ്ട്രീം 250R. അതായത് ഒരു സ്ട്രീറ്റ് നേക്കഡ് മോട്ടോർ സൈക്കിളാണ് കേട്ടോ. അതായത് ഭയങ്കര അഗ്രസീവായിട്ടുള്ള അറ്റാക്കിംഗ് പൊസിഷനിലുള്ള ഒരു നേക്കഡ് മോട്ടോർ സൈക്കിൾ. ഹീറോയിൽ നിന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സാധനമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് റിവ്യൂ ആണ് നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നാളെ എന്തായാലും നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് പോവുകയാണ്. ഓടിക്കുന്നതിന് മുമ്പായിട്ട് വണ്ടി എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണ്ടേ. ഹീറോയുടെ എക്സ്റ്റൻഡ് എന്ന് പറഞ്ഞിട്ട് 2.0 എന്ന് പറഞ്ഞിട്ട് ഹീറോ അവരുടെ ഓട്ടോ ഷോയിൽ വെച്ചിരുന്നൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓൺ പ്രൊട്ടക്ഷനിൽ വന്ന സമയത്ത് എന്തായിരിക്കും ഈ ഒരു വണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം വണ്ടിയുടെ ഒരു ലുക്ക് കാര്യങ്ങളെല്ലാം നോക്കാനാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ സ്ട്രീറ്റ് ഫൈറ്ററാണ് കേട്ടോ. ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഒരു സത്യത്തിലൊരു 250cc ആണെന്നുള്ളൊരു ലുക്ക് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം ഒരു 300 ലെവലിൽ നിൽക്കുന്ന ഒരു പ്രീമിയം ക്വാളിറ്റിയും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രീമിയം ലുക്കിങ് തന്നെ ഒരു അഗ്രസീവായിട്ടുള്ള ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. ഫ്രണ്ടിൽ USD ഫോർക്ക് നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് ഈ വണ്ടിയെ പറ്റി കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, കാര്യം ഇതിൻ്റെ എംബാർക്കും കാര്യങ്ങളൊക്കെ റൈഡ് റിവ്യൂ നമുക്ക് 22/5 അതായത് ഈ മാർച്ച് 22 നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ സസ്പെൻഷൻ നിങ്ങൾ കണ്ടില്ലേ, USD ഫോർക്കാണ്. 300mm ബൈബ്രയുടെ പെറ്റൽ ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. ഡുവൽ ചാനൽ ABS ആണ്. ഫുള്ളി LED ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് വിത്ത് DR. നമുക്കിവിടെ കാണാൻ സാധിക്കും. രാത്രി കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ LED ഇൻഡിക്കേറ്റർ എക്സ്പൾസിൽ കണ്ടതുപോലെ തന്നെയുള്ള, പിന്നെ ആ ഒരു എക്സ്ട്രീം 125R കണ്ട അതേ ഒരു ഷ്രൗഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. SAC എന്നുണ്ട്, അതായത് സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ചിനാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മുടെ എക്സ്പൾസിൽ കണ്ട സെയിം എഞ്ചിനാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. 250cc ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിനാണ്. 30 bhp ആണ് വരുന്നത്. അതുപോലെ തന്നെ 25 Nm ടോർക്കുമാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എത്രത്തോളം വണ്ടി റിയൽ വേൾഡിൽ ഫാസ്റ്റർ ആകും എന്ന്, അതായത് ഈ സെഗ്മെൻറ്റിൽ തന്നെ 0 to 60 and 0 to 100 ഫാസ്റ്റർ മോട്ടോർ സൈക്കിൾ ആണെന്നാണ് ഹീറോ ക്ലെയിം ചെയ്യുന്നത്. നമുക്ക് വണ്ടി ഓടിച്ചിട്ട് എന്തായിരിക്കും ഈ വണ്ടിയുടെ അവസ്ഥ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ട്രെല്ലിസ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ട്രെല്ലിസ് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നല്ല ഹാൻഡിലിങ് USD ഫോർക്കും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തുകൊണ്ട് തന്നെ ഉണ്ടെന്ന് തന്നെയാണ് ഹീറോ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അതായത് കൂടുതൽ വെയിറ്റ് ഫ്രണ്ടിലോട്ടാണ് കൊടുത്തേക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ XMRൽ കണ്ട പോലുള്ള ഒരു LCD ഡിസ്പ്ലേ ആണ് കേട്ടോ. എക്സ്പൾസിൽ TFT ഡിസ്പ്ലേ ആണ്, ഇതിൽ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്കിലോട്ട് വെയിറ്റും കാര്യങ്ങളൊക്കെ വളരെയധികം കുറച്ചിട്ടുണ്ട്. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പക്ക സ്ട്രീറ്റ് മോട്ടോർ സൈക്കിളാണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ SOS ബട്ടണൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാറായിട്ടില്ല. ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ആണെന്നുണ്ടെങ്കിലും വണ്ടിയിൽ നമുക്ക് ബാക്കിലത്തെ സീറ്റിൽ അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെ, അതായത് വിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ടയർ ഹഗ്ഗറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ഒരു ടയർ ഹഗ്ഗർ, അതിൻ്റെ ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ, അതായത് ഇൻഡിക്കേറ്റർ ഇവിടെ കൊടുത്തിട്ട് ടയർ ഹഗ്ഗറും നമ്പർ പ്ലേറ്റും ഇവിടെ കൊടുത്തേക്കുന്നത് വളരെയധികം മനോഹരമായിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ റെഡ് കളറാണ് എനിക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് എളുപ്പത്തിന് ആ ഒരു വണ്ടി എടുത്ത് ഓടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. വണ്ടിയുടെ ആ ഒരു റെഡ് കളർ കാണാൻ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ടുണ്ട്. കൊള്ളാം. ആ ഒരു എൻജിൻ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഗോൾഡൻ ഫിനിഷിങ്ങിൽ ആ ഒരു ക്രാങ്കിൻ്റെ കേസിങ്ങും അതുപോലെ തന്നെ ആ ഒരു DOHC എന്നുള്ള സ്റ്റിക്കറിങ്ങും ആ ട്രെല്ലിസ് ഫ്രെയിമും എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വാവ്, നല്ല അടിപൊളി LCD ഡിസ്പ്ലേ. നമ്മൾ XMRൽ കണ്ട അതേ ഒരു LCD ഡിസ്പ്ലേ ആണ് കേട്ടോ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് USB പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും ചാർജ് ചെയ്യാൻ. ഇപ്പോൾ ഹീറോയുടെ ഒട്ടുമിക്ക എല്ലാ വണ്ടിയിലും ആ ഒരു USB പോർട്ട് ചാർജിങ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സീറ്റ് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റാണ്. സ്പോർട്ടി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടായിരിക്കും ഇത്രയും റൂം അവർ കൊടുത്തിട്ടുള്ളത്. പില്ലിൻ്റെ സീറ്റ് കാര്യവും അത്യാവശ്യം ഓക്കെയാണ് കേട്ടോ. നമ്മൾ കരീഷ്മയിലൊക്കെ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം വിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു റൈഡൊക്കെ കൊണ്ടുപോകാൻ ധാരാളം ആകും. സാധാരണ ഇത്രയും സ്ട്രീറ്റ് ഫൈറ്ററിനൊക്കെ സാധാരണ അത്രയും കംഫർട്ട് വരുത്തില്ല. ഇറ്റ് ഇസ് ഗുഡ്. ഗ്രാബ് റെയിലാണെങ്കിലും പർപ്പസ്ഫുള്ളി നല്ല രസമുണ്ട് കാണാൻ. ഒരു ബോക്സ് ടൈപ്പ് സിംഗമാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അലോയും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകതരം ഒരു പൗഡർ കോട്ടഡാന്ന് തോന്നുന്നു. ആ ഒരു ഷേപ്പിലൊക്കെയാണ് അലോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. MRFൻ്റെ ടയറാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫ്രണ്ടിലോട്ട് നമ്മൾ വണ്ടിയിലോട്ട് കയറിയിരിക്കുന്ന സമയത്ത് ഹൈറ്റ് സത്യം പറഞ്ഞാൽ ഒരു വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല ഈ ഒരു വണ്ടിക്കകത്ത്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ ഒരു മാരകമാണ് കേട്ടോ. അതായത് ഒരു ഹീറോ ബൈക്ക് എന്നുള്ളൊരു ബാഡ്ജിങ് അല്ലെ എക്സ്ട്രീം ആണെന്ന് പോലും തോന്നുന്നില്ല. ആ ഒരു പ്രോപ്പർ എക്സ്റ്റെൻഡ് അവരെങ്ങനെ ഷോക്കേസ് ചെയ്തോ അതേ ലെവൽ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
പിന്നെ ട്രെല്ലിസ് ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ ട്രെല്ലിസ് ഫ്രെയിം നമുക്ക് നേരത്തെ നമുക്ക് അരീഷ്മമായിട്ട് വന്നതുകൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. റെഡി ടു അറ്റാക്ക് എന്ന് പറയുന്ന പോലുള്ള ഒരു പൊസിഷനാണ് കേട്ടോ. നമുക്ക് അത്ര അപ്രൈറ്റോ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടല്ലേ. ഒരു പ്രോപ്പർ സ്ട്രീറ്റ് ഫൈറ്റർ ലുക്കാണ്. പിന്നെ ഇതിൻ്റെ ഫുഡ് പെക്ക് അത്ര റിയർ സ്പെക്കല്ല കേട്ടോ. അതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് ഒരു മനസ്സിലാകുന്നില്ല. സാധാരണ കുറച്ചും കൂടെ ഒരു അഗ്രസീവായിട്ട് കണ്ടില്ലേ, ഈ ഒരു ലെവൽ കാല് കണ്ട ഈ ഒരു ലെവലിലാണ് സത്യം പറഞ്ഞാൽ കൊടുക്കേണ്ടത്. ഇത് ഫുഡ് ട്രസ്റ്റ് കുറച്ച് ഫ്രണ്ടിലോട്ടിരിക്കുകയാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് പെക്കും അതുപോലെ തന്നെ അഗ്രസീവായിട്ടുള്ള ഹാൻഡിൽ ബാറും. അത് എന്താണ് കോമ്പിനേഷൻ എന്ന് എനിക്കറിയില്ല. ബട്ട് നമുക്ക് കൊള്ളാം. നമ്മുടെ ഒരു എം ഡി എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വരുന്ന ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഒരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആൾക്ക് ഒരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയായിട്ടാണ് വണ്ടി എനിക്ക് തോന്നുന്നത്. വണ്ടി ഓടിച്ചില്ല ഇതുവരെ. വണ്ടി ഓടിച്ചിട്ട് അതിനെപ്പറ്റി നമുക്ക് അന്നേരം സംസാരിക്കാം. എക്സോസ്റ്റിനോട്ടൊന്ന് കേൾപ്പിച്ചു തരാം. വണ്ടി അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ് കേട്ടോ. ഇത് ഡ്യൂക്ക് 250 അടിക്കും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയാം. നമുക്ക് ഉടൻ തന്നെ നമ്മുടെ ഇതിൻ്റെ റൈഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. USB ഫോർക്കിനകത്ത് ആ ഗോൾഡൻ കളറൊക്കെ കൊടുത്തേക്കുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു വണ്ടി കണ്ടിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഹീറോയുടെ കീയുടെ ഭാഗങ്ങളൊക്കെ പഴയതുപോലെ ഒന്നുമല്ല. ഇപ്പം കണ്ടില്ലേ, ഈ ഒരു ലെവലിലൊക്കെ ആയിട്ട് പ്രീമിയം ഫീലിലൊക്കെ ആയിട്ട് ഹീറോയുടെ കീ സെറ്റൊക്കെ അവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ കുട്ടി വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. അതായത് എനിക്ക് കൈ ഈസിയായിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ ഇങ്ങനെ കുഞ്ഞിരിക്കുന്നു, പക്ഷേ ഇതുണ്ട് നല്ല എന്താ പറയുന്നത്, മേശയ്ക്കകത്ത് കൈ വെക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും 22-ാം തീയതി ഇതിൻ്റെ ഒരു റൈഡ് റിവ്യൂ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഈ മാർച്ച് 22-ാം തീയതി നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഓടിക്കാൻ എങ്ങനെയുണ്ട്, വണ്ടി ഓവറാൾ ഫീച്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഹീറ്റിംഗ് എങ്ങനെയുണ്ട്, ഗിയർ ബോക്സ് എങ്ങനെയാണ്, പവർ എങ്ങനെയാണ്, മെയിൻ്റെനൻസ്, എൻ്റെ ഒരു ഓവറാൾ അഭിപ്രായം ഡ്യൂക്ക് 250 ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടി എന്തായിരിക്കും എന്നുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ ആ ഒരു ദിവസം പറയുന്നതായിരിക്കും കേട്ടോ. റിയർ സെക്ഷനൊക്കെ കണ്ടില്ലേ. അടുത്തൊരു വീഡിയോയിലാണ്.